നമസ്തേ. ഇന്ന് ചൊല്ലാൻ പോകുന്നത് അത്യന്തം ശക്തമായ ഒരു ശിവസ്തോത്രമാണ്. ഈ മനോഹരമായ ശ്ലോകം ഭഗവാൻ പരമശിവനെ സ്തുതിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പുരാണങ്ങളിൽ നിന്നുള്ള ശിവന്റെ മഹിമകളെ ഒറ്റ ശ്ലോകത്തിൽ ഉൾപ്പെടുത്തി പാടുന്ന ഒരു സ്തുതിയാണിത്. പുരാതന കാലത്ത് ദേവന്മാർക്കും മനുഷ്യർക്കും നിരവധി പ്രശ്നങ്ങൾ ഒരുമിച്ചുണ്ടായി വന്നപ്പോൾ അവരെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിച്ചത് പരമശിവനെയായിരുന്നു. ശിവൻ ഭക്തരെ ഒരിക്കലും കൈവിടാത്തവനത്രേ. ഏതു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നവനത്രേ. ശിവന്റെ മഹത്വം അറിഞ്ഞ ഋഷികളും ദേവന്മാരും ഒരുമിച്ച് സ്തുതിച്ച ഈ ശ്ലോകം നമുക്കും ചൊല്ലാം. വന്ദേ ശംഭുമുമാപതിം സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നഗഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവഗ്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയശ്ച വരദം വന്ദേ ശിവം ശങ്കരം. അർത്ഥം നോക്കാം. വന്ദേ ശംഭു ഉമാപതി. വന്ദേ വണങ്ങുന്നു. ശംഭു ശിവന്റെ മറ്റൊരു പദമാണ്. ശംഭുവിനെ വണങ്ങുന്നു. ഉമാപതി ഉമയുടെ ഭർത്താവായ പാർവതീദേവിയുടെ ഭർത്താവായ ശിവനെ വണങ്ങുന്നു. ഉമാപതി എന്ന നിലയിൽ കുടുംബത്തിന്റെ രക്ഷകനായിട്ടാണ് ശിവനെ കാണുന്നത്. സുരഗുരു, സുരൻ ദേവൻ, സുരഗുരു ദേവന്മാരുടെ ഗുരു. പരമശിവൻ ദേവന്മാരുടെ ഗുരുവെന്ന് പറയുന്നു. വന്ദേ ജഗത് കാരണം, ലോകത്തിന് തന്നെ കാരണമായ ഭഗവാനെ വണങ്ങുന്നു. വന്ദേ പന്നഗഭൂഷണം, പന്നകം പാമ്പ്, ഭൂഷണം ധരിച്ചവൻ. പന്നഗഭൂഷണം നാഗത്തിനെ ആഭരണമാക്കിയവൻ, ഭയമില്ലാത്തതിന്റെ പ്രതീകമായി കാണുന്നു. മൃഗധരൻ, മൃഗത്തിനെ ധരിച്ചവൻ. പ്രകൃതിയോടുള്ള സർവ്വജീവജാലങ്ങളോടുമുള്ള സ്നേഹവും കരുണയുമാണ് അവിടെ കാണിക്കുന്നത്. വന്ദേ പശൂനാം പതി, പശൂനാം പതി മൃഗങ്ങളെ രക്ഷിക്കുന്നവൻ, ജീവജാലങ്ങളെ രക്ഷിക്കുന്നവനായി കാണുന്നു. പതി രക്ഷകൻ, നായകൻ. വന്ദേ സൂര്യ ശശാങ്ക വഗ്നി നയനം, ശശാങ്കൻ ചന്ദ്രൻ. സൂര്യനെയും ചന്ദ്രനെയും വഗ്നി അഗ്നി, സൂര്യനെയും ചന്ദ്രനെയും തീയെയും കണ്ണുകളിൽ നിറച്ചവനായ ഭഗവാനെ ഞാൻ വണങ്ങുന്നു. വന്ദേ മുകുന്ദപ്രിയം, മുകുന്ദൻ മഹാവിഷ്ണു, മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ടവനായ ഭഗവാനെ ഞാൻ വണങ്ങുന്നു. വന്ദേ ഭക്തജനാശ്രയശ്ച വരദം, ആശ്രയിക്കുന്ന ഭക്തജനങ്ങൾക്ക് വരം ദാനം ചെയ്യുന്നവനായ ഭഗവാനെ ഞാൻ വണങ്ങുന്നു. വന്ദേ ശിവം ശങ്കരം, ശിവഭഗവാനെ ഞാൻ വണങ്ങുന്നു. വന്ദേ ശംഭു ഉമാപതിം സുരഗുരും വന്ദേ ജഗത് കാരണം വന്ദേ പന്നഗഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്ക വഗ്നിനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയശ്ച വരദം വന്ദേ ശിവം ശങ്കരം. ഈ സ്തോത്രം ജപിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തിങ്കളാഴ്ചയും അതുകൂടാതെ മഹാശിവരാത്രിയുമാണ്. സ്തോത്രം ചൊല്ലുമ്പോൾ തെറ്റാതെ ചൊല്ലുക. ഈ ശ്ലോകം പാടുന്നത് കൊണ്ടുള്ള ഗുണങ്ങളായി പറയപ്പെടുന്നത് മനഃശാന്തി, ആത്മവിശ്വാസം, കൂടാതെ ജീവിതത്തിൽ നിന്നുള്ള ഭയമില്ലാതാകാനും സഹായിക്കുന്നു. ഹിന്ദു പുരാണങ്ങളിൽ സംഹാരമൂർത്തിയായി പറയപ്പെടുന്ന പരമശിവനെ ചൊല്ലുന്ന ഏത് സ്തോത്രവും അത്രയധികം ശക്തമാണെന്നാണ് പറയപ്പെടുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവശക്തി ഒരിക്കലും നമ്മെ കൈവിടില്ലെന്ന് ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കാതിരിക്കുമല്ലോ. കൂടുതൽ സ്പിരിച്വൽ ആൻഡ് ഡിവോഷണൽ വീഡിയോകൾക്കായി നമസ്തേ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുമല്ലോ. നന്ദി.